സേഫ് സൈൻ ലാബ്ദീൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സൈഫ, ഇനി കുറച്ച് സമയം കൂടിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ദർബാർ ഹാളിലേക്ക് എത്തിക്കും. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. നിരവധി ആളുകൾ പലരും അദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയാതെ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ചകൾ കൂടി കണ്ടതാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായിരുന്നു VS എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദീർഘകാലം അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് മുഴുകിയിരുന്നെങ്കിൽ പോലും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും മാറി നിന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു. VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിനൊടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതുവരെ ഒരു മന്ത്രി പോലും അദ്ദേഹം ആയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന VS എന്ന ജനകീയനായ വ്യക്തിക്ക് എന്തുകൊണ്ട് അന്ന് ഈ ഒരു പക്ഷേ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്ത് തോൽവികൾ നേരിടാൻ വണ്ണം ഒരു പക്ഷേ ജനസ്വീകാര്യത ഇല്ലാതെ പോയി എന്നാണ് സൈഫ് കരുതുന്നത്? ജിൽസി സൂചിപ്പിച്ചൊരു വാചകം, ജിൽസി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു വാചകത്തെ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. ഒരേ സമയം മുഖ്യമന്ത്രിയായിട്ടും ഒരേ സമയം പ്രതിപക്ഷ നേതാവായിട്ടും ഇരിക്കുന്ന ആൾ എന്ന വാചകം, അത് സത്യത്തിൽ അത് അന്വർത്ഥമാണ്. നല്ല രസകരമായ വാചകമായിട്ട് എനിക്കത് തോന്നുകയും ചെയ്തു എന്നാദ്യം പറയുന്നു. ഇങ്ങനെ VSന്റെ ജനപ്രീതിയെക്കുറിച്ച് എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ ആ പാർട്ടി ജയിക്കുകയും VS തോൽക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ എന്തുകൊണ്ട് VS അച്യുതാനന്ദൻ പ്രധാനപ്പെട്ട പദവികളിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യം 1991 മുതൽ 2021 വരെ ഉള്ള വർഷക്കാലം VS അച്യുതാനന്ദൻ മലമ്പുഴയുടെ തുടർച്ചയായി MLA ആയിരുന്നു. 2001 മുതൽ 2021 വരെ തുടർച്ചയായി മലമ്പുഴയുടെ MLA ആയിരുന്നു. 91-ലാണ് VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് നിന്ന് ജയിക്കുന്നത്. അതിനുശേഷം 96-ൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള പാർട്ടി തീരുമാനം ഉണ്ടായിരുന്നു. പാർട്ടി അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറില്ല. സാധാരണഗതിയിൽ പാർട്ടി അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രസ്ഥാനമല്ല CPM. പക്ഷേ VS ജയിച്ച് ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനം പാർട്ടി നേതൃത്വം നേരത്തെ എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷെ VS അച്യുതാനന്ദൻ അന്ന് അവിടെ പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാനുള്ള കാരണം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും മറ്റ് കാര്യങ്ങളുമായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ അന്ന് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. തന്നെ പരാജയപ്പെടുത്തിയ ആൾക്കാരെ 98-ലെ പാലക്കാട് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ തൻ്റെ തോൽവിക്ക് കാരണക്കാരായ ആൾക്കാരെ പൂർണ്ണമായും വെട്ടി നിർത്തുന്നൊരു VS അച്യുതാനന്ദനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം തന്നെ തോൽപ്പിച്ചത് അവിടെ CET പക്ഷമാണ് എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് VS അച്യുതാനന്ദൻ അന്ന് അവിടെ തോൽവിക്ക് കാരണക്കാരായ ആൾക്കാരെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് വെട്ടി നിർത്തുന്നത്. പിന്നീട് VS അച്യുതാനന്ദൻ ഇടതുമുന്നണി കൺവീനറായി വരുന്നു. 96-ൽ അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായേനെ. പക്ഷേ ആ സമയത്ത് സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തപ്പോൾ VS അച്യുതാനന്ദൻ സ്വാഭാവികമായിട്ടും ചെയ്തത് തന്നെ തോൽപ്പിച്ച ആൾക്കാരോടുള്ള ഒരു പ്രതികാരമോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ തന്നെ തോൽപ്പിച്ചവരോടുള്ള പകയോ തീർത്തതാകാം. അദ്ദേഹം താൻ തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനമെടുത്തിട്ടാണ് EK നയനാർ, അന്ന് EK നയനാർ VS അച്യുതാനന്ദൻ പക്ഷത്തുള്ള ആളല്ല. പക്ഷേ അന്ന് EK നയനാരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഒരു രാത്രിക്ക് രാത്രി കൊണ്ട് VS ഒരു തീരുമാനമെടുക്കുന്നത്. അത് VSന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി, അന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അങ്ങനെ ഫോണും മറ്റും ഒന്നുമില്ല. ഏതെങ്കിലും STD ബൂത്തിലൊക്കെ കയറി വിളിക്കേണ്ട സമയമാണ്. അങ്ങനെ രാത്രിക്ക് രാത്രി വിളിച്ച് EK നയനാരോട് സംസാരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. EK നയനാരെ വിളിച്ച് സംസാരിച്ചു. പിറ്റേന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ആ പേര്, EK നയനാരുടെ പേര് മുന്നോട്ട് വെക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് അംഗീകരിക്കുകയും EK നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 96-ൽ വരികയും ചെയ്തു. 98-ൽ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ VS അച്യുതാനന്ദൻ്റെ പാനലിൽ നിന്ന് മത്സരിച്ച ഏതാണ്ട് 11 പേർ, അതിപ്പോൾ ലോറൻസ് അടക്കമുള്ള ആൾക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് VS അച്യുതാനന്ദൻ പക്ഷത്തുള്ള ഏതാണ്ട് 11 പേർ വിജയിച്ച് കയറി. അങ്ങനെയാണ് VS അച്യുതാനന്ദൻ അവരോടുള്ള ആ എതിർപ്പ് രേഖപ്പെടുത്തിയത്. തന്നെ പരാജയപ്പെടുത്തിയ ആൾക്കാരോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയത് VS അച്യുതാനന്ദൻ അങ്ങനെയാണ്. പാർട്ടിക്കുള്ളിൽ നമുക്ക് ആ ചരിത്രങ്ങളിലേക്ക് കൂടെ മടങ്ങി വരാം. എന്തായാലും VSന് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് തലസ്ഥാന നഗരി എന്നുള്ളതാണ്. ദർബാർ ഹാളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 9 മണിയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് എത്തിക്കും തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നത്. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ VSന്റെ വളരെ ജനസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവ്
നേതാവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരം ഏറ്റുവാങ്ങാൻ അർഹതയുള്ള ഒരു നേതാവിന് അതിനുചിതമായ ഒരു ആദരമൊരുക്കാൻ തലസ്ഥാന നഗരിയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം വിലാപയാത്രയാണ് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊക്കെ ഏത് രീതിയിലാണ് ഒരു വികാരനിർഭരമായ യാത്രയയപ്പ് കേരള സമൂഹം എന്നും ഓർമ്മിക്കുന്ന രീതിയിലുള്ള യാത്രയയപ്പ് നൽകിയതെന്നുള്ള അത്തരത്തിലൊരു യാത്രയയപ്പിന് തന്നെയാണ് VS അച്യുതാനന്ദനും തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ അജയ്യനായ നേതാവെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ആൾ ഇപ്പോൾ വിടവാങ്ങുന്നു. അതിനപ്പുറത്തേക്ക് വളരെ ജനകീയനായ മുഖ്യമന്ത്രി, ആളുകളുടെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടിരുന്ന കവിയൂർ കിളിരൂർ കേസുകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. ഒപ്പം തന്നെ അവസാനമായി അദ്ദേഹം നമ്മൾ കണ്ടത് TP വധക്കേസിൽ അദ്ദേഹം TP വധവുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന നിമിഷത്തിൽ പോലും അദ്ദേഹത്തിന്റെ സ്വയം ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒഞ്ചിയത്തെ വീട്ടിലെത്തി KK രമയെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിലെ പിതൃവാത്സല്യമായിരുന്നു. കർക്കശക്കാരനായ നേതാവിൽ നിന്ന്, വളരെ കർക്കശം സൂക്ഷിക്കുന്ന ഒരു നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പിതൃവാത്സല്യം കവിഞ്ഞൊഴുകിയ നിമിഷങ്ങൾ പോലും നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ്. സൈഫ തുടരുന്നുണ്ട്. സൈഫ, അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ചരിത്രങ്ങളെ കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം.